കാലിത്തൊഴുത്തിൽ ഉണ്ണീശോയ്ക്ക് പിറക്കാമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലും ഈശോയ്ക്ക് വന്ന് പിറക്കാൻ സാധിക്കും. കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കാലിത്തൊഴുത്തിൻ്റെതായ എല്ലാ വൈബും നമ്മുടെ ഹൃദയത്തിൽ നോക്കിയാൽ നമുക്കും കാണാൻ പറ്റും. പശുക്കളും ആടുകളും കച്ചിയും വെള്ളവും ആ ഒരു മണവും എല്ലാം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാൽ നമുക്ക് കാണാം. പക്ഷെ ഒന്നുണ്ട്, ആ കാലിത്തൊഴുത്ത് ഉണ്ണീശോയ്ക്ക് വേണ്ടി, ഉണ്ണീശോയുടെ വരവിനായി ഏറ്റവും മനോഹരമായി സെറ്റ് ചെയ്തത് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ചേർന്നാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. അതെ, ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം യാചിക്കാം.